എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പ്രൊമോ റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കമലയ്ക്ക് ആകെ ടെൻഷനാണ്. വീട്ടിൽ എല്ലാവരോടും ഇത്രയും ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പം അത് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അലീനെ അവിടെ ഉള്ളത് കമലയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് വൈജയന്തിയോട് പോയി സംസാരിക്കുന്നു. വൈജയന്തി മക്കളെ എല്ലാം വിളിക്കുന്നുണ്ട്. അന്നേരം എന്തിയാ പിശാജ് എന്തി എന്ന് കൃഷ്ണമോളോട് ചോദിക്കുമ്പം പിശാജിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, അലീന ചേച്ചിയുടെ കാര്യമാണെങ്കിൽ ഞാൻ അലീന ചേച്ചിയെ വിളിക്കാം എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ടായി, അവളെ വിളിക്കണ്ടായി, അവളുടെ ഒരു കാര്യവും എനിക്ക് അറിയണ്ട എന്ന് പറയുന്നു. പിന്നെ വൈജയന്തിയുടെ തീരുമാനം അറിയിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി അലീന ആ വീട് വിട്ട് ഇറങ്ങാതെ ഇനി തിരിച്ചു പോക്കില്ല എന്നതിൽ ഉറച്ചു നിൽക്കുവാണ് വൈജയന്തി. ഇനിയിപ്പം മക്കൾ വന്നിട്ടും കാര്യമൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം അലീനയ്ക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അലീന അവിടെ നിൽക്കുന്നതിൻ്റെ ആ ചൊറിച്ചിൽ മാറാത്തത് കൊണ്ട് കമല ശിവനോട് പറയുന്നുണ്ട്, ഞാൻ അവളോട് നേരിട്ട് പറയാൻ പോവാണ്, ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറാൻ എന്തെങ്കിലും ഉദ്ദേശം അവൾക്കുണ്ടെങ്കിൽ അവളെ ഇടത്തെ കാലി ഞാൻ വെട്ടിക്കളയും എന്നിങ്ങനെ പറയുക. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, നീ ആരാ, വലിയ ഗുണ്ടയോ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് കമലയോടും പറയുന്നുണ്ട്. മൊത്തത്തിൽ അലീന അവിടെ നിൽക്കുന്നത് അവർക്കാർക്കും ഇഷ്ടമല്ല എന്ന് മനസ്സിലാകുന്ന അലീന തിരിച്ചു പോരാൻ തീരുമാനിക്കുന്നു. അതുപോലെ ശിവൻ മനുവായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ശിവൻ ആകെ ടെൻഷനാണ്. കമല ഒരു തരത്തിലും അടുക്കുന്നില്ലല്ലോ അലീനയുടെ കാര്യത്തിൽ, അതുകൊണ്ട് തന്നെ. അന്നേരം മനു പറയുന്നുണ്ട്, അച്ഛനിങ്ങനെ ടെൻഷൻ ആകണ്ട, ഇപ്പം ഹരിയുടെ കാര്യം നോക്ക്, അതെങ്ങനെയെങ്കിലും റെഡിയാക്കിയൊക്കെ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ കാര്യമല്ലേ, എൻ്റെയും അലീനയുടെയും കാര്യം എന്തെങ്കിലും ആകുമ്പോൾ ഞാൻ അച്ഛനെ നേരത്തെ അറിയിക്കാം, അതിൻ്റെ പേരിൽ ടെൻഷൻ ആവണ്ട എന്ന് പറയുന്നു. പിന്നെ ഈ സംഭവങ്ങളെല്ലാം ശിവൻ രാജീവിനെ വിളിച്ച് പറയുന്നുണ്ട്. ഏതായാലും വൈജയന്തി ആ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഇനി അലീന വീട്ടിൽ നിന്ന് പോകാതെ തിരിച്ച് കയറില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നും പറയുന്നു. അന്നേരം രാജീവൻ അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അവിടുന്ന് അവൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം എല്ലാ സത്യങ്ങളും എല്ലാവരെയും അറിയിക്കും എന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞേക്കുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് പോരേണ്ടി വരുമോ എന്നറിയില്ല. അതുപോലെ തിരിച്ചെത്തുന്ന അലീന വീട് വിട്ടു പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അതിനു മുമ്പ് ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്നൊരു സമ്മതം മേടിക്കണമല്ലോ, അതുകൊണ്ട് ബാലേന്ദ്രനോട് പോയി ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പും അവൾ ഈ വീട് വിട്ട് ഇറങ്ങിയതായിരുന്നു, ആ സമയത്തൊന്നും നീ പോകണം എന്ന് പറഞ്ഞില്ല, ഇപ്പോഴെന്താണ് ഇതുപോലെ വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ആ സമയത്ത് അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു, അന്നേരം ഞാൻ അച്ഛനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ തളർന്നു പോയേനെ, പക്ഷേ ഇന്ന് അങ്ങനെയല്ല, അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ 3 മക്കളും നിൽക്കും, അതുകൊണ്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കുറേ എതിർക്കുന്നുണ്ട് ബാലേന്ദ്രൻ. പക്ഷേ അലീന കാല് പിടിച്ച് പറയുന്നത് പോലെ ചോദിക്കുവാണ്, അച്ഛാ ഇനി എന്നെ പോകാൻ അനുവദിക്കണമെന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ 23 വർഷക്കാലം അവൾ എന്നെ പറ്റിച്ച് എൻ്റെ കൂടെ ജീവിക്കുമായിരുന്നു, ഇനിയും ഞാൻ അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കണോ, അവളെ എൻ്റെ ഭാര്യയെ കണ്ട് അവളെ ഇനിയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, പക്ഷേ അച്ഛന് കുറച്ച് കാലം കൂടി ഒന്ന് ക്ഷമിക്കാവോ, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് നല്ലതേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒരിക്കലും അമ്മ അച്ഛൻ്റെ മുൻപിൽ ജയിക്കുന്നില്ല, അച്ഛനറിയാലോ ജയിച്ച് നിൽക്കുന്നത് അച്ഛനാണ് എന്ന്, ഞാൻ ജയിച്ചു എന്ന് അമ്മ വിചാരിക്കുമ്പോഴും അമ്മ തോറ്റുകൊണ്ടിരിക്കുവാണ് എന്ന് ബാക്കി എല്ലാവർക്കും അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അലീന. ഏതായാലും ബാലേന്ദ്രനെ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, അലീന ഇനി അവിടെ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റില്ല. വൈജയന്തി വീട് വിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അലീന അവിടെ നിൽക്കില്ല എന്ന് ബാലേന്ദ്രന് മനസ്സിലായി വരുന്നുമുണ്ട്. ഏതായാലും ഇതൊക്കെ പ്രൊമോ ആയിട്ട് കാണിച്ചതാണ്. എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് വിശദമായി എപ്പിസോഡിൽ കാണാം.